ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നമ്മുടെ ന്യൂ മൂൺ ആണെന്ന്. ഞാൻ അതിന് പ്രത്യേകം റീഡിംഗ് ഒന്നും ചെയ്തില്ല. ന്യൂ മൂൺ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അപ്ഡേറ്റ് ആയിട്ടൊക്കെ എടുക്കാം, സാറില്ല. ഓക്കെ, ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് ഞാൻ ചെയ്യുന്നുള്ളൂ, ഗൈഡൻസ് എടുക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒരു റീഡിംഗ് ഇടുന്നുള്ളൂ, അത് റിലേഷൻഷിപ്പ് ഇടാൻ ഞാൻ. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ, ഈ ന്യൂ മൂൺ നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ ബാധിക്കും നോക്കാം. ഇന്നത്തെ ന്യൂ മൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എങ്ങനെ ബാധിക്കും എന്ന രീതിയിൽ എന്നൊന്ന് നോക്കാം. അപ്പ് ആൻഡ് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ടോ, എന്തെങ്കിലും പ്രശ്നം വരാനോ നോക്കാം, എന്താ സംഭവിക്കാൻ പോകുന്നതാണ്. ഓക്കെ, ഈ ന്യൂ മൂൺ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ജസ്റ്റ് ഒരു അപ്ഡേറ്റ്. ഓക്കെ, Queen of Cups, okay. 3 of Wands, Temperance, Knight of Pentacles, 8 of Pentacles, King of Pentacles, okay, 2 of Pentacles, 2 of Wands, 3 of Pentacles, 9 of Cups, 2 of Swords, Knight of Wands. Okay. ഇവിടെ ഒന്ന് എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം ഇത്. ഓക്കെ, കാരണം നമ്മൾ പേഴ്സൻ്റെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അത് ലേഡി ആവണം എന്നില്ല. ഓക്കെ, അവർ ജെൻസ് ആയാലും ശരി, അവർ ഇന്ന് ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയാം. ഈവൻ ജെൻസ് ആയാലും ഓക്കെ, അവർ വളരെ ഇമോഷണൽ ആയിരിക്കും എന്ന രീതിയിൽ പറയാം. അതുകൊണ്ട് അതിനെ ക്വീൻ എന്ന രീതിയിൽ റെപ്രസെൻറ്റേഷൻ വന്നതാണ്. എന്ന് വെച്ചാൽ ഇമോഷണൽ സൈഡിൽ നിന്ന് അവർക്ക് ഒരുപാടുണ്ടാവും. എന്ന് വെച്ചാൽ അവർ ഇമോഷണൽ ആവും, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഒരുപാട്, സ്നേഹം, അവർ ഒരുപാട് അതിന് ഐ തിങ്ക് ഇമോഷണൽ ആയി പോകും അവർ അത് ഓർത്തിട്ട്. ഓക്കെ, അവർ വെയിറ്റ് ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്, പ്ലാനിങ് ചെയ്യുന്ന പോലെ കാണുന്നുണ്ട്. ഇതിനെങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ ഒരു ബാലൻസിൽ കൊണ്ടുവരാനുള്ള പ്ലാനിങ് ആയിരിക്കാം. ഓക്കെ, എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഒന്ന് ബാലൻസ് ചെയ്യുക, അതായത് നിങ്ങൾ തമ്മിൽ ഒരു നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ, ഓക്കെ, സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാനിങ് ഉള്ള പോലെയുണ്ട്. ആൻഡ് ഇവിടെയും വെള്ളമാണ്. സോ വെള്ളം പറയുമ്പോഴും നമ്മുടെ ഇമോഷൻസിൻ്റെ കാര്യം പറയാറുണ്ട്. ഇത് കടൽ കടന്ന് അങ്ങനെ ദൂരെ എവിടെയോ നോക്കി നിൽക്കുകയാണ്. സോ ചിലവർ വെയിറ്റിംഗ് എന്ന രീതിക്ക് പറയാം. ഓക്കെ, കുറേ കാലമായിട്ട് ഐ തിങ്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തായിരിക്കും ചിലപ്പോൾ അവരുടെ ഈ ഒരു ഫീലിംഗ് ഇത്രത്തോളം ഇങ്ങനെ ഒരു ഫീലിംഗ് കാണാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ട് കുറേ ആയി എന്ന് പറയാം. ഓക്കെ, അവർ ദൂരേക്കാണെങ്കിൽ, ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറച്ചായിട്ടുണ്ടാവും. സോ അവർ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങളെ മിസ് ചെയ്യും എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ ടെമ്പറൻസ്, ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ബാലൻസ് എങ്ങനെയാണ് കൊണ്ടുവരിക, എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന രീതിയിൽ അവർ ആലോചിക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ കൂടുതൽ കുറേ പെൻറ്റക്കിൾസിൻ്റെ കാര്യം കാണുന്നുണ്ട്. ഒന്ന് 2 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട് ആൻഡ് 2 ഓഫ് സോഡ്സ് ഉണ്ട്. സോ ഒരു 2 കാര്യങ്ങളെ തമ്മിൽ ജഗ്ലിംഗ് ആയിട്ട് കാണുന്നുണ്ട്. ഒന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ജോലി കാര്യങ്ങളായിരിക്കാം. അവരുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അവരെങ്ങനെയെങ്കിലും അവരെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കിയിട്ട് അവർ ഒരു എന്താ പറയുക, അവരുടെ ലൈഫ് എങ്ങനെ സ്റ്റേബിൾ ആക്കാം, അവർ കരിയറിൽ എങ്ങനെ ഗ്രോത്ത് കൊണ്ടുവരാം, അവരുടെ ലൈഫിൽ എങ്ങനെ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ശ്രമിക്കുന്നുണ്ട്. ചിലവർ ഇന്നത്തെ ദിവസം വർക്കിൽ ഒരുപാട് ഇൻവോൾവ് ആയിട്ടിരിക്കും. കാരണം മേ ബി ഈ മിസ്സിങ് എനർജി കാരണമായിരിക്കാം. ഓക്കെ, അങ്ങനെ മിസ് ചെയ്ത് വരുമ്പോൾ അവർക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ദൂരെയാണ് എന്നൊക്കെ തോന്നുമ്പോൾ അവർ ഫുള്ളായിട്ട് അവരുടെ അറ്റൻഷൻ, ഫോക്കസ് ജോലിയിലേക്ക് കൊടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ആൻഡ് ഇമോഷണൽ സൈഡ് മറയ്ക്കാൻ വേണ്ടി കൂടിയായിരിക്കാം. ഓക്കെ, അവർ ആ ഇമോഷണൽ സൈഡിനെ മറിച്ച് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി ലേശം അവർ ഒരു ഫോക്കസ് അവരുടെ കരിയറിലേക്ക് അല്ലെങ്കിൽ ജോലി ഹാർഡ് വർക്ക് ചെയ്യുക, മീൻസ് ഫുള്ളായിട്ട് അങ്ങനെ എന്താ പറയുക, നമ്മൾ പറയില്ലേ വർക്കിലേക്ക് എല്ലാം ജോലിയും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതും ഒരു ഇമോഷണൽ സൈഡ് അവർക്ക് കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. 2 പെൻറ്റക്കിൾസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 2 സിറ്റുവേഷൻ ജഗ്ലിംഗ്. അത് ചിലവർക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി വേറെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കരിയർ, ജോലി ആൻഡ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ തമ്മിൽ അവരൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നൊക്കെ ആലോചന പോലെയൊക്കെ പറയാം. ഓക്കെ, വെയിറ്റിംഗ് എനർജി ഇവിടെ ഉണ്ട്. നമുക്ക് വെയിറ്റിംഗ് പ്ലാനിങ് ഒക്കെ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളെ കാണണം, മീറ്റ് ചെയ്യണം എന്ന് വളരെയധികം ഐ തിങ്ക് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഇന്നത്തെ ദിവസം.
ത്രീ ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമുക്ക് തേർഡ് പാർട്ടി മാത്രമല്ല, നമുക്ക് എങ്ങനെയും പറയാൻ പറ്റും നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിച്ച് അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നങ്ങൾ, എന്താണ് അതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. 9 ഓഫ് കപ്സും ഉണ്ട്. സോ ആഗ്രഹം എന്ന രീതിക്കാണ് അവർക്ക് വിഷ് നിങ്ങളുമായിട്ട് ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഓക്കെ, മേ ബി അവർ ലൈഫിൻ്റെ ഇപ്പോൾ സ്റ്റേബിൾ ആയിരിക്കില്ല, കരിയറിൽ അത്ര ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. സോ അതിനു വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. കാര്യങ്ങളെ ഒന്നെങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് ഫൈനാൻഷ്യൽ കുറച്ചുകൂടി കിട്ടിയാൽ അത് അവർക്കൊരു ലൈഫിനെ ഒന്ന് സ്റ്റേബിൾ ആക്കും അല്ലേ. അപ്പോൾ വീണ്ടും അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാം. ഇപ്പോൾ മേ ബി അവർ കുറച്ച് അതിലേക്കൊക്കെ ഫോക്കസ് പോവുമായിരിക്കും. അവരുടെ കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഡെത്ത് കാർഡ് ഉണ്ട്, ഡെത്ത് ആൻഡ് 4 ഓഫ് വാൻഡ്സ്. ഓക്കെ, ഞാൻ ഒന്ന് ഷഫിൾ ചെയ്തിട്ട് എടുത്തേക്കാം. ഓക്കെ, ഈ വരുന്ന ദിവസങ്ങളിൽ ഇവരുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്താ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഫീലിങ്സ് ഉണ്ട് ഇന്നത്തെ ദിവസം, വളരെയധികം അവർക്ക് സ്ട്രോങ് ഫീലിങ്സ് വരുന്നുണ്ട്. ആൻഡ് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവരിന്ന് വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് അവരുടെ ലൈഫിൻ്റെ പ്രാക്ടിക്കൽ ഭാഗത്തേക്ക് കൂടി അറ്റൻഷൻ കൊടുത്ത്, ആക്ച്വലി അതിലേക്ക് പൂർണ്ണമായിട്ട് അവർ അറ്റൻഷൻ കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മേ ബി നിങ്ങളോട് ഇനിയിപ്പോൾ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വരും എന്നും പറയാം. ആൻഡ് ഇവിടെ ആക്ച്വലി ഇത് നമുക്കൊരു സോറി പറയുന്നതായിട്ട് കണക്കാക്കാം. മേ ബി അവർക്ക് നിങ്ങളോട് കുറച്ചുകൂടി എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ പണക്കമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ശരിയാക്കാൻ വരുന്ന പോലെയുണ്ട്. ഒരു ഓഫർ വരുന്നതായിട്ട് പറയാം അവർക്ക്, അല്ലെങ്കിൽ പുതിയ ജോലിയുടെ ഓഫർ കിട്ടിയിട്ട് അവർ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ചില സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഇപ്പം നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഫീലിങ്സ് ഇന്ന് നിങ്ങളെക്കുറിച്ച് വളരെയധികം ഫീലിംഗ് ഉണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, ക്വീൻ ഓഫ് വാൻഡ്സ്, 4 ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, നൈറ്റ് ഓഫ് സോർഡ്സ്. ഓക്കെ, അവർക്ക് ഒന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് ലേശം സെപ്പറേഷൻ പോലെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു അകൽച്ച ഉണ്ടാവാം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കുറച്ചൊരു അകൽച്ച കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ അഗെയിൻ മാറ്റത്തിൻ്റെ സമയം നമ്മൾ പറയാറുണ്ട്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ, നമ്മൾ സമയം മാറി വരും എന്നാണ് പറയുക. വിധി, ഫെയ്റ്റ് നിങ്ങളെ വീണ്ടും നമ്മൾ പറയില്ല, കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയാം. ആൻഡ് വിധി നിങ്ങളുടെ ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുമെന്ന് പറയാം. ഓക്കെ, ഇവിടെ സൺ കാർഡാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിങ്ങൾ വീണ്ടും ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ് ആയിട്ട് നിങ്ങളെ അവർ കാണുന്നത് ഇപ്പോൾ ഒരു ക്വീൻ ഓഫ് വാൻഡ്സ് ആയിട്ട്. നമ്മൾ മുന്നോട്ട് എന്താ കാണുന്നതെന്നാണ് ചോദിച്ചത്. മുന്നോട്ട് അവരുടെ ഭാഗത്തുനിന്ന് അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷനുമായിട്ട് വരും. കമ്മ്യൂണിക്കേഷനുമായിട്ട് വരാനും നിങ്ങളുമായിട്ട് പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുമെന്ന രീതിയിലാണ്. ഹോൾഡ് ബാക്ക് ഉണ്ട് ഇവിടെ. 4 ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമ്മളൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്ന കാര്യമാണ്. പെട്ടെന്ന് എടുത്തു ചാടി, ചിലപ്പോൾ ആക്ച്വലി ഇത് എടുത്തു ചാടി വരുന്ന കാര്യമാണ്. അവരിപ്പോൾ ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു മേ ബി ന്യൂ മൂണിൻ്റെ അമാവാസിയുടെ ഇഫക്റ്റൊക്കെ കാരണം മേ ബി അവർക്ക് വളരെയധികം ഇമോഷണലായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുമെന്ന രീതിക്കും നമുക്ക് പറയാം ഇവിടെ. ഓക്കെ, സോ ന്യൂ മൂൺ അവരെ ഇമോഷണൽ ആക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത്. പക്ഷേ ചിലവർ മേ ബി ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്ത് അവരുടെ, അതായത് നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കാൻ വേണ്ടി, മനസ്സിലുള്ളത് തുറന്ന് പറയേണ്ട, അല്ലെങ്കിൽ ആ ഇമോഷണൽ സൈഡ് അവർക്ക് കാണിക്കാതിരിക്കാൻ വേണ്ടി അവർ ഫുള്ളി ജോലി അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ കൊടുത്ത് കുറച്ചു നേരം അങ്ങനെ ഇരിക്കാം. പക്ഷേ അവർക്ക് ആഗ്രഹം നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരണം എന്ന രീതിക്ക് അവരുടെ മനസ്സിൽ ഇന്നത്തെ ദിവസം ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് മൂണോളജിയിൽ നിന്ന് എടുക്കാം. Your hard work is paying off. Okay. Have faith in your dreams. Hold your vision. എവിടേക്കോ കരിയറിൻ്റെ കാര്യങ്ങൾ കാണുന്നുണ്ട് ഇവിടെ. It's time to release negativity. And believe in the impossible. The energy is gaining momentum. Okay, actually വിൻ ഔട്ട്കം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു വിന്നിങ് സിറ്റുവേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം എന്ന് പറയുന്നുണ്ട്. സമയം മാറി വരും, കാര്യങ്ങൾ മാറി വരും. ആൻഡ് നൈറ്റ് ഓഫ് സോർഡ്സ് നമ്മൾ പറയാറുണ്ട്, പെട്ടെന്നൊരു ആക്ഷൻ എന്ന രീതിക്കാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊരു മെസ്സേജോ കാര്യങ്ങളോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന്. യുവർ ഹാർഡ് വർക്ക് ഇസ് പേയിങ് ഓഫ് എന്ന് പറയുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ, അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവർ ജോലിയിൽ കരിയറിലൊക്കെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നതായിരിക്കാം. അവരുടെ വർക്കിൽ കോൺസെൻട്രേഷൻ, അതായത് അവർ എങ്ങനെയെങ്കിലും അവരുടെ ലൈഫ് ഒന്ന് സ്റ്റേബിളാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. നിങ്ങളോട് പറയുന്നത് മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോട്ട്സൊക്കെ, പക്ഷേ ഫുൾ ന്യൂ മൂൺ സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരുപാട് മൈൻഡ് നമ്മുടെ നെഗറ്റീവായി പോകാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അതിനെ പോസിറ്റീവാക്കി കൊണ്ടുവരിക. ഓക്കെ, ഒരുപാട് കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ വരുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരുപാട് നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകും നമ്മൾ. ഓക്കെ, അതിനൊന്ന് നിങ്ങൾ ശരിയാക്കി മാറ്റിയെടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ
ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒരു ഫെയ്ത്ത് വെക്കുക, യൂണിവേഴ്സിൽ ഫെയ്ത്ത് വെക്കുക, ട്രസ്റ്റ് വെക്കുക എന്ന രീതിക്ക് പറയാം. ബിലീവ് ഇൻ ദി ഇമ്പോസിബിളും ഉണ്ട്. ഓക്കെ, ആൻഡ് ഹോൾഡ് യുവർ വിഷൻ, മൂന്നും പറയുന്ന ഒരേ കാര്യമാണ്. നിങ്ങളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് കൊടുത്ത്, അതായത് നിങ്ങൾ പോസിറ്റീവ് തോട്ടിലേക്ക് ഫോക്കസ് കൊടുക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യില്ല ഫീലിങ്സ്, ഓക്കെ, ഒരിക്കലും നിങ്ങളെ അത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് മെസ്സേജ് ഒന്നും വരില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് പ്രതീക്ഷിക്കാത്ത കാര്യം നടക്കാനുള്ള ചാൻസ് ആണ്. നിങ്ങളോട് ജസ്റ്റ് പറയുന്ന യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുക. ഓക്കെ, എന്തും നടക്കുന്നത് യൂണിവേഴ്സ് എല്ലാം ഒരു ഫൈനൽ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ എത്തിക്കാനാണെന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഫെയ്ത്ത് നിങ്ങൾ വെക്കാം. നിങ്ങൾ വിചാരിക്കാത്തത് കൂടി നടക്കും എന്ന രീതിക്കാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ചില ഗുഡ് ന്യൂസ് വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, പ്രതീക്ഷിക്കാതെ തന്നെ, ഓക്കെ, പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വരാനോ സംസാരിക്കാനോ മെസ്സേജ് ചെയ്യാനോ ഒക്കെ സാധ്യതയാണ് ഇവിടെ. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ന്യൂ മൂൺ വീഡിയോസ് കാണാം, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.